ശരീരവാസകലം ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ പാടുകളാണ്. തീർന്നില്ല, ഇരുമ്പ് പഴിപ്പിച്ചുകൊണ്ട് ശരീരം പൊള്ളിച്ചതാണ്. ഇങ്ങനെ വേവലാതി പറഞ്ഞുകൊണ്ട് മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ്. ഖബ്ബാബേ, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളർമൗത്ത് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കുൽ പറയ നബിയേ, ലൻ യുസീബനാ, ഞങ്ങൾക്കൊരു മുസീബത്തും വരാനില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ, ഹുവ മൗലാനാ, ആ അല്ലാഹുവാണ് ഞങ്ങളുടെ മൗല, ആ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷകൻ, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാക് അയ്യുഹൽ മബ്ഊസ് റഹീം. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. صدق الله العظيم. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോകത്തും വിജയിക്കുന്ന സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിയമമാക്കി തന്നിട്ടുള്ള അവൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അതിൽ മാത്രമാണ് നമ്മുടെ വിജയം കുടികൊള്ളുന്നത്. തഖ്വാബോധത്തിൽ നിന്ന് ഒരാൾ അതിൽ പരാജയപ്പെട്ടാൽ ഇഹത്തിലും പരത്തിലും അയാൾ നഷ്ടക്കാരനായി മാറും. ഇനി ഇഹത്തിൽ നഷ്ടക്കാരനായില്ലെങ്കിൽ പരലോകത്ത് എന്തായാലും നഷ്ടം സംഭവിക്കും. പടച്ച തമ്പുരാൻ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാനുള്ള വലിയ ഭാഗ്യം, തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല ആളുകളും രോഗികളാണ്. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേറെയും ആളുകളൊക്കെയുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളിൽ ആ വിധത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളെല്ലാം നീക്കി എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിലുമൊക്കെ എല്ലാ കുടുംബങ്ങളിലും അല്ലാഹു തആല ഐക്യവും ഇണക്കവും പരസ്പര സ്നേഹവും സന്തോഷവും സമാധാനവും റഹ്മാനായ റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്ന് മുഹറം 18. കഴിഞ്ഞ വെള്ളിയാഴ്ച മുഹറം 10 മുഹറം 10ൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നമ്മൾ പറയണ്ടായി. അതിൽ നമുക്കുള്ള ചില പാഠങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. മുഹറം മാസത്തിൽ വേറെയും കുറേ പ്രത്യേകതകളുണ്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഹറം മാസത്തിൽ മുസ്ലിം ലോകം
ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഹിജറ. വളരെ ചുരുക്കിയും വളരെ സംക്ഷിപ്തമായും സൂചിപ്പിക്കാനേ കഴിയുള്ളൂ, പറയാതിരിക്കാൻ നിർവാഹവുമില്ല. ഹിജറ എന്നത് മുഹറം മാസത്തിൽ നടന്നൊരു സംഭവമല്ല. മുഹറത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹിജറ സംഭവിക്കുന്നത് മുഹറം കഴിഞ്ഞ് സഫർ മാസത്തിൻ്റെ അവസാനം തുടങ്ങി പിന്നെ അതിൻ്റെ അധിക ഭാഗം റബീഉൽ അവ്വലിലാണ്. അപ്പോൾ സഫറിലും അധിക ഭാഗം റബീഉൽ അവ്വലുമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഹിജറ. അപ്പോൾ ഈ മുഹറം മാസത്തിൽ ഹിജറ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണങ്ങൾ നടത്തുവാനൊക്കെ ഉള്ള കാരണം, നമുക്കൊരു ഹിജറ കലണ്ടറുണ്ട്. ആ കലണ്ടറിലെ ആദ്യത്തെ മാസം ഹിജറ മുഹറമാണല്ലോ. ഹിജറ കലണ്ടർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു. ഒന്നാം ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തും ഇല്ല. അന്ന് ഓരോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലഗണന കണക്കാക്കും. നമുക്ക് ഈ സംഭവം ഉണ്ടായത് എന്നാണ്? ഇപ്പോൾ AD BC എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ക്രിസ്തുവിൻ്റെ ഇത്ര വർഷം മുമ്പ്, ഇത്ര വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ ഒരു കാലഗണനയുണ്ടാവും. എന്നാൽ ഇസ്ലാമികമായി അങ്ങനെ ഒരു കാലഗണന ഇല്ലായിരുന്നു. അങ്ങനെ മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് അങ്ങനെ ഒരു ആലോചന നടക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടായാൽ കൊള്ളാമല്ലോ. അപ്പോൾ നമുക്ക് ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കാര്യങ്ങളെ നോക്കിക്കാണാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നപ്പോൾ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായിട്ടും വരും. അതിൽ ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം. അപ്പോൾ റസൂൽ ജനിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള കാലം, റസൂൽ ജനിച്ചിട്ട് ഒരു കൊല്ലമായാൽ പിന്നെ ഒരു കൊല്ലം, അല്ലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ്, അതിനൊക്കെ പറയാം. ചില ആളുകൾ റസൂലിൻ്റെ വഫാത്ത് നമുക്ക് മാനദണ്ഡമാക്കിക്കൂടെ? റസൂലിൻ്റെ വഫാത്ത് മുതൽ ഇങ്ങോട്ടൊരു വർഷം, 2 വർഷം, 3 വർഷം അങ്ങനെയാകാമല്ലോ. അങ്ങനെ അഭിപ്രായങ്ങൾ വന്നു. പിന്നെയുണ്ട് ബദറുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ് ബദറിൻ്റെ അടിസ്ഥാനത്തിലായാലെന്ത്? അല്ലെങ്കിൽ മറ്റൊരു ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ സംഭവമാണ് ഫത്ഹു മക്ക വിജയം. ഹിജറയുടെ 8-ാം വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും വളരെ പരമായി നടത്തിയ മക്കയുടെ വിമോചനമാണ് ഫത്ഹു മക്ക വിജയം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പല ചർച്ചകളും വന്ന കൂട്ടത്തിൽ സ്വഹാബികൾ അവസാനം എത്തിപ്പെട്ട അഭിപ്രായമാണ് നമുക്ക് ഹിജറയുടെ അടിസ്ഥാനത്തിലാക്കാം, ഹിജറ മാനദണ്ഡമാക്കിയിട്ടാക്കാം. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇപ്പോൾ ഹിജറ 1448 എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തിട്ട് 1448 വർഷമായി എന്നർത്ഥം. അപ്പോൾ ഹിജറക്ക് മുമ്പുള്ള സംഭവമാണെങ്കിൽ ഹിജറയുടെ ഇത്ര വർഷം മുമ്പ്, അങ്ങനെയാണ് ഹിജറ കലണ്ടർ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് അവിടുത്തെ നേതൃത്വത്തിൽ നിലവിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ 1-ാം മാസം തന്നെ ഹിജറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്ക്, സാധാരണക്കാരായ ആളുകൾ എപ്പോഴും ഇത് പഠിക്കുക വായിക്കാൻ ചെയ്തോളണമെന്നില്ല. അപ്പോൾ അവർക്ക് ഈ ഖുതുബകളിലൂടെയെങ്കിലും അതിനെ ഒരു തുടിക്കുന്ന ഒന്നായി വിശ്വാസികളിൽ നിലനിർത്തേണ്ടതുണ്ട്. നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട് ഹിജറയിൽ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഹിജറ? ഹിജറ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപേക്ഷിക്കുക എന്നാണ്. ഹജറ എന്ന് പറഞ്ഞാൽ തറക്ക, ഒഴിവാക്കി, ഉപേക്ഷിച്ചു. മുഹാജിർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കിയ ആൾ എന്നാണ്. ഹിജറ ചെയ്ത ആൾക്കാണ് മുഹാജിർ എന്ന് പറയാം. ഭാഷാപരമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേന്മക്ക് വേണ്ടി, ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരാൾ ത്യജിക്കലാണ്. അത് വീട് ഉപേക്ഷിക്കുക,
നാടുപേക്ഷിക്കുക, സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്യുന്ന പ്രയാണമാണ് സാങ്കേതികമായ ഹിജറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ഹിജറ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. മൂസ അലൈഹി സ്വലാം ഹിജറ ചെയ്തിട്ടുണ്ട്, ലൂത്ത് അലൈഹി സ്വലാം ഹിജറ നടത്തിയിട്ടുണ്ട്, ആദം അലൈഹി സ്വലാം വലിയ ഹിജറ ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരൊക്കെ ഹിജറ ചെയ്തവരാണ്. അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ജീവിതത്തിൽ ഉള്ള ഒന്നല്ല ഹിജറ, മൊത്തത്തിൽ ഹിജറ. അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാലശേഷവും ഹിജറ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഹിജറകളുണ്ട്. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഹിജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരായ സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജറയാണ് നമ്മൾക്ക് വിഷയമായി വരുന്ന ഹിജറ. അപ്പൊ ഹിജറ എന്താണെന്നും ഏതൊക്കെ കാലത്തുണ്ടെന്നും ഒക്കെ നമുക്ക് ധാരണ വേണം. അതിനു വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലേക്ക് മാത്രമായിരുന്നു ഹിജറ? അല്ല. മദീനയിലേക്ക് പോകുന്ന മുമ്പ് അബിസീനിയ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഹിജറ ചെയ്തിട്ടുണ്ട് മഹാന്മാരായ സഹാബത്ത്. ഒരു വട്ടമല്ല, ഒന്നിലധികം തവണ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നുബുവത്തിൻ്റെ 53-ാം കൊല്ലം, നുബുവത്ത് കിട്ടി 13 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂലായി മക്കയിൽ ജീവിച്ചു. 53-ാമത്തെ വർഷമാണ് കടുത്ത പീഡന മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ. എത്രത്തോളം? മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഓടി വരികയാണ്. കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. വന്നിട്ട് റസൂലുള്ളാഹിയോട് ഷർട്ട് ഇങ്ങനെ മാറ്റിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇത് കണ്ടില്ല റസൂലേ? ശരീരവാസകലം ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ പാടുകളാണ്. തീർന്നില്ല, ഇരുമ്പ് പഴിപ്പിച്ചുകൊണ്ട് ശരീരം പൊള്ളിച്ചതാണ്. ഇങ്ങനെ വേവലാതി പറഞ്ഞുകൊണ്ട് മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ്, ഖബ്ബാബേ, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളർമൗത്ത്. ആ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ശുഭപ്രതീക്ഷയുണ്ട്, റസൂല് കാണിക്കുന്ന ഒരു കിനാവുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ഖബ്ബാബേ, ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല, നിങ്ങളൊന്ന് സബൂറാക്ക്, ഒന്ന് ക്ഷമിക്ക്, തീർച്ചയായും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വളരെ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നല്ല, ഒരുപാട് സംഭവങ്ങൾ. അവസാനം എന്ത് തീരുമാനിച്ചു? ഒരു 1-2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കാം. 1 സ്റ്റെപ്പ് ഈസ് ബാക്ക്, 7 സ്റ്റെപ്സ് ഫോർവേഡ് എന്ന. ഒരു സ്റ്റെപ്പ് നിങ്ങൾ ബാക്കിലേക്ക് പിൻവലിഞ്ഞാൽ നിങ്ങൾക്ക് 7 സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള പവർ കിട്ടും. ഒരു നദി കുറുകെ ചാടണം, നമുക്ക് ചെറിയൊരു നദി കുറുകെ ചാടാൻ അവിടെ നിന്ന് ചാടിയാൽ ചിലപ്പോൾ കടക്കാൻ പറ്റിക്കോണമെന്നില്ല. ഒന്ന് ബാക്കിലേക്ക് വന്നിട്ട് സ്പീഡിൽ വന്നിട്ട് ചാടുക. കല്ലെറിയുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടല്ലല്ലോ എറിയുക. ഇങ്ങനെ ഒരാൾ കയ്യിൽ കല്ല് പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞാൽ അതിന് പവർ ഉണ്ടാകൂല. അതൊന്ന് കൈ ബാക്കിലേക്ക് വലിച്ചിട്ടെറിയണം. ഈ ക്രിക്കറ്റ് കളിക്കാർ ബൗൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അവർ ബാക്കിലേക്ക് പോയിട്ട് ഓടി വന്നിട്ടാണ് പന്ത് എറിയുക. അതിന് ഫോഴ്സ് ഉണ്ടാവുള്ളൂ, പവർ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പന്ത് കളിയുടെ കാലമാണ്. പന്ത് കളിയിലും ഈ കിക്കൊക്കെ എടുക്കുന്നത് കാണുന്നില്ലേ? ചില ആളുകളൊക്കെ 3-4 സ്റ്റെപ്പുകൾ കൊണ്ട് ബാക്കിലേക്ക് വെക്കും. ആ ബാക്കിലേക്ക് വെച്ചാലേ നല്ല സ്ട്രോങ്ങിൽ വന്നിട്ട് അവരുദ്ദേശിച്ച രീതിയിൽ കിക്ക് എടുക്കാൻ കഴിയൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. വെറും ആരാധന ആയിരുന്നില്ല, വെറും അനുഷ്ഠാനങ്ങളായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ലക്ഷ്യം. ഒരു നബിക്കും അങ്ങനെ പരിമിതമായ ലക്ഷ്യമായിരുന്നില്ല. നമുക്കും അങ്ങനെ പാടില്ല. നമ്മളിപ്പോൾ വെറും നിസ്കരിക്കുക, നോമ്പ് വെക്കുക, സദഖില്ല, സ്വലാത്ത് ചൊല്ലുക, ഇതൊക്കെ വേണം. അങ്ങനെ ചില ലക്ഷ്യങ്ങളിൽ പരിമിതമായിരുന്നെങ്കിൽ എന്തിനാണ് കൂട്ടരെ ബദർ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബുദൂൻ.
നിഷേധികൾ വന്നിട്ട് റസൂലിനോട് ചോദിച്ചില്ല, എന്തിനാണ് മുഹമ്മദ്, നമ്മളൊക്കെ നാട്ടുകാരല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കൊന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങളെ ദൈവങ്ങളെ കുറച്ചൊക്കെ നിങ്ങളും നിങ്ങളെ ദൈവങ്ങളെ ഞങ്ങളും അങ്ങോട്ട് ആരാധിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ പോകാമല്ലോ. അല്ലെങ്കിൽ വെറും നിസ്കാരവും നോമ്പും ചില ദിക്റുകളും ഔറാദുകളും മാത്രമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും മക്കയിലെ മുശ്രിക്കുകൾ പച്ച പരവതാനി വിരിക്കുമായിരുന്നില്ലേ? പക്ഷെ അതിനപ്പുറം ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണല്ലോ സൻആ മുതൽ ഹളറമൗത്ത് വരെ നേരത്തെ പറഞ്ഞ ഹബ്ബാബ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ആരെയും ഭയപ്പെടാതെ ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിഇബ അലാ ഗനമി, രണ്ട് കാര്യം മാത്രം പേടിച്ചാൽ മതി. ഒന്ന് പടച്ചോനെ പേടിക്കുക, മറ്റൊന്ന് നീ നടന്നു പോകുമ്പോൾ നിന്റെ ആടുകളൊക്കെ ചെന്നായ പിടിക്കോ എന്നൊരു പേടിക്കപ്പുറം ഒരാൾക്കും ഒരാളെയും ഭയപ്പെടാൻ സാഹചര്യമില്ലാത്ത സമ്പൂർണ്ണ സമാധാനമുള്ള ഒരു നാട് നമ്മുടെ ലക്ഷ്യമാണ് ഹബ്ബാബെ. അത് സ്ഥാപിച്ചു മക്കയിലും മദീനയിലും ഒക്കെ, പിന്നെ അങ്ങോട്ട് അത് പടർന്ന് പന്തലിച്ചു. ഇന്നും ഇപ്പൊ പുതിയ റിപ്പോർട്ട് വന്നില്ലേ, G20 റാട്ടങ്ങളിൽ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം മക്കയാണ്. അത് വെറുതെ പറയല്ല. ഏത് നട്ടപ്പാതിരാക്കും, ഏത് പെൺകൊടിക്കും, ചെറുപ്പക്കാരികൾക്കും, സുന്ദരികളായ പെൺകുട്ടികൾക്ക് പോലും ഏത് പാതിരാക്കും ഹറമിന്റെ ഏത് പ്രദേശത്തും ഒരാളെയും ഭയപ്പെടാതെ നടക്കാം, തൊടാൻ പോലും പറ്റില്ല. ആ ഒരു അമ്ന്, നിർഭയത്വം അല്ലാഹു തആല നാടിന് കൊടുത്തതാ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാ. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും തുല്യതയോടുകൂടിയുള്ള സമാധാനം പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതെന്തുമാകട്ടെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിസന്ധിയാണ്, കടുത്ത മർദ്ദനമാണ്. മർദ്ദനങ്ങൾ ധാരാളം മനസ്സിലൊക്കെ ഓർത്തെടുക്കുക. ബിലാൽ റളിയല്ലാഹുവിനൊക്കെ സഹിച്ച ത്യാഗമുണ്ടല്ലോ, അറിയാമല്ലോ. അങ്ങനെ എത്രയോ സ്വഹാബികൾക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഒന്ന് ബാക്കിലേക്ക് കാല് വെക്കാം, കുറച്ച് സ്റ്റെപ്പ് പുറകോട്ട് പോകാം. ആ ഒരു പുറകോട്ട് പോക്കായിരുന്നു ഹിജ്റ, അല്ലാണ്ട് ഒളിച്ചോടിയതൊന്നല്ല. 8 വർഷം കഴിഞ്ഞപ്പോ വളരെ ശക്തരായി തിരിച്ചു വരികയും അങ്ങനെ ഉണ്ടായ സംഭവമാണ് ഫതഹു മക്ക, മക്ക വിജയം, മക്കയുടെ കഅബയുടെ വിമോചനം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട കഅബ മന്ദിരത്തിന്റെ അകത്ത് ഇബ്രാഹിം നബിയുടെ പോലും വിഗ്രഹം ഉണ്ടായിരുന്നു, ഇസ്മായിൽ നബിയുടേതുണ്ടായിരുന്നു. ആ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണ്ടേ, അതും ലക്ഷ്യമായിരുന്നു റസൂലിന്റെ. അത് മാത്രമല്ല, അതിനുവേണ്ടിയാണ് ഹിജ്റ ചെയ്തത്. ഇനി ഹിജ്റയിൽ ഒരുപാട് പാഠങ്ങൾ, വളരെ ഹൃദയസ്പൃക്കായ കുറേ സംഭവങ്ങൾ, 1-2 പാഠങ്ങൾ ഞാനിങ്ങനെ ജസ്റ്റ് പറയാം. ഒന്ന് പ്ലാനിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ പ്ലാനിങ് വേണം, ആസൂത്രണം വേണം. ഏത് കാര്യം വളരെ ആസൂത്രണത്തോടു കൂടി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്ലാനിങ് എന്താ? ഒന്ന്, വടക്ക് ഭാഗത്താണ്, മക്കയിൽ നിന്ന് വടക്കോട്ടാണ് പോകേണ്ടത് മദീനയിലേക്ക്. പോയവർക്കറിയാം, മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീന. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ വടക്കോട്ട് പോയില്ല, തെക്കോട്ടാ പോയത്. അത് തന്നെ വലിയ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അൽ ഹർബ് ഖുദ്അ, വാർ ഈസ് സ്ട്രാറ്റജി. യുദ്ധം എന്ന് പറഞ്ഞാൽ കേവല ആയുധങ്ങൾ കൊണ്ടൊന്നല്ല, അത് സ്ട്രാറ്റജിയാണ്, തന്ത്രമാണ്. ഒറ്റുകാരുണ്ടാകും, കൂട്ടത്തിലുണ്ടാകാം ഒറ്റുകാര്, കപടവിശ്വാസികൾ. റസൂൽ ഇന്ന വഴിക്ക് പോയി എന്നറിഞ്ഞാൽ ഉടനെ അവരിലേക്ക് മെസ്സേജ് കിട്ടും ശത്രുക്കൾക്ക്. അതുകൊണ്ട് റസൂൽ വടക്കോട്ട് പോകാതെ മദീനയിലേക്ക് പോകേണ്ട റസൂൽ നേരെ ഓപ്പോസിറ്റ് തെക്കോട്ട് പോയി. അങ്ങനെയാണ് സൗർ ഗുഹയിൽ 3 ദിവസം. ആ സൗർ ഗുഹ കണ്ടവരുണ്ടോ? കൂട്ടത്തിൽ കാണണം. അത് കാണൽ പ്രത്യേക ശരീഅത്തിൽ സുന്നത്തോ സംഗതിയൊന്നുമില്ല, പക്ഷേ ചരിത്രപരമായി ഒരു ആവേശം കിട്ടാനും ഒക്കെ നല്ലതാണ്. പറ്റുമെങ്കിൽ പോയി കാണണം. ജബറുന്നൂർ അഥവാ ഹിറാ ഗുഹ നിൽക്കുന്ന മലയുണ്ടല്ലോ, ഹിറാ ഗുഹയേക്കാൾ 2 ഇരട്ടി സഞ്ചരിക്കണം. 2 മണിക്കൂർ നേരം ചങ്കുത്തായ മല കടന്ന് പോയാലാണ്, നടന്നു പോയാലേ അവിടെ എത്താൻ കഴിയുള്ളൂ. റിസ്ക്കാണ്. ആ മലയുടെ മുകളിൽ അവിടെയാണ് അള്ളാഹിന്റെ റസൂലും അവിടുത്തെ അനുചരനായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല 3 ദിവസം താമസിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഭക്ഷണം വേണ്ടേ? അവിടെ ഭക്ഷണം കൊണ്ടുവരാൻ ആരെയാ ഏൽപ്പിച്ചത്? അവിടെ ഭക്ഷണം കൊണ്ടുവരാൻ മഹാനായ അസ്മാ ബീവി, അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്, ആയിഷ ബീവിയുടെ താത്തയാണ്, ജ്യേഷ്ഠത്തിയാണ്. അസ്മാ ബീവി എന്ന ചെറുപ്പക്കാരിയാണ് അള്ളാഹുവിന്റെ റസൂലിനും വാപ്പാക്കും ഭക്ഷണം എവിടെയാ കയറിയവർക്കറിയാം, ഒന്ന് കയറി നോക്കണം. ഭക്ഷണം എത്തിച്ചത് വളരെ രഹസ്യമായി. അങ്ങനെ അസ്മാ ബീവി അങ്ങനെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ, അല്ല മൊത്തത്തിൽ സാഹചര്യങ്ങൾ പഠിക്കാൻ
അള്ളാഹിന്റെ റസൂല് മറ്റൊരു സഹാബിയെ അബ്ദുല്ലാഹിബിന് അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു മറ്റൊരു മോനാണ് അബ്ദുല്ലാനോട് പറഞ്ഞു, അബ്ദുല്ല നീ കൃത്യമായി നിരീക്ഷിക്കണം കേട്ടോ, അസ്മ നീ ഭക്ഷണം എത്തിക്കണം കേട്ടോ. പിന്നെ ആമിർ ഇബ്നു ഫുഹൈർ എന്ന് പറയുന്ന ആട്ടിടയൻ, ആ ആട്ടിടയനോട് പറഞ്ഞു, നീ അസ്മ വന്നു പോകുമ്പോൾ നടന്ന അടയാളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് നീ ആടുകളെ കൊണ്ട് കാൽപ്പാടുകളൊക്കെ മായ്ച്ചു കളയണം. എന്തൊരു പ്ലാനിങ് ആയിരുന്നു! നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൽ ഏൽപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂല് രാത്രിയിൽ പുറപ്പെടുമ്പോൾ അവിടുത്തെ വിരിപ്പിൽ കിടക്കാൻ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാ. എന്തിനാ ഇങ്ങനൊക്കെ ആസൂത്രണം ഒരു റസൂലിന്? ഇസ്ലാം ഒരു പ്രായോഗികമായ പ്രാക്ടിക്കലായ, വെറും കേവല തിയറിക്കലല്ല, പ്രാക്ടിക്കലായ ഒരു ദർശനമാണ് ഇസ്ലാം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കിടക്കുന്നു. അള്ളാഹിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ തങ്ങളും പുറപ്പെടുന്നു. വളരെ ഹൃദയസ്പൃക്കായ ഒരു എന്താ പറയാ സാഹചര്യങ്ങളാണ് അവിടെയെല്ലാം ഉള്ളത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ ഗുഹയിൽ, അള്ളാഹിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇരിക്കുമ്പോൾ ചരിത്രത്തിൽ ചിലപ്പോൾ പാമ്പ് കൊത്തിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത്ര സ്വീകാര്യത ഒന്നും കാണില്ലെങ്കിലും നിഷേധിക്കേണ്ടതില്ല. ആ ചെറിയ അവിടെ ഒരു പൊത്തുണ്ട്, അവിടെ ഞാനത് കണ്ടിട്ടുണ്ട്. അവിടെ ചെറിയ പൊത്തുണ്ട്. അവിടെ ഒരു കഷ്ടിച്ച് ഒരാൾക്ക് ഇങ്ങനെ കുനിഞ്ഞിരിക്കാവുന്ന സ്പേസേ ഉള്ളൂ. അത്രയും ചെറിയ ഒരു സ്ഥലം. രണ്ടാളിങ്ങനെ ഇരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ കിടക്കുകയാണ്. അപ്പോഴാ പാമ്പ് കൊത്തിയെന്നൊക്കെ. ആ സമയത്ത് ശത്രുക്കളുണ്ടല്ലോ, ശത്രുക്കൾ റസൂലിനെ കൊല്ലാൻ വേണ്ടി കയ്യിൽ കിട്ടിയാൽ ഓൺ ദ സ്പോട്ട് അവർ വധിക്കും. തെരഞ്ഞു നടക്കുകയാണ്. റസൂൽ രക്ഷപ്പെട്ടു എന്ന് അവരറിഞ്ഞു. അവരെവിടെ? ഈ ഗുഹാമുഖത്തും അവരെത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ഗുഹക്ക് മുന്നിലൂടെ നടക്കുകയാണ്. അവരൊന്ന് വെറുതൊന്ന് കുനിഞ്ഞു നോക്കിയാൽ, ഒന്നിങ്ങനെ വെറുതെ നോക്കിയാൽ മതി, രണ്ടാളിങ്ങനെ ഇരിക്കുന്നത് കാണാം. കുനിഞ്ഞില്ല. കുനിയാതിരിക്കാൻ കാരണമുണ്ട്. ചിലന്തി വന്ന് അവിടെ എട്ടുകാലി വന്നിട്ട് നിമിഷങ്ങൾ കൊണ്ട് അവിടെ കൂടുകെട്ടി. പടച്ചോന്റെ സഹായമായിരുന്നു. അപ്പൊ അത് നോക്കിയാല എട്ടുകാലിയൊക്കെ കൂടുകെട്ടിയിട്ടില്ല, ഇവിടെ ഒന്നും ആരും ഉണ്ടാകൂല. അവരിങ്ങനെ അതിൽ നടക്കുന്ന കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലിനോട് പറയുകയാണ്, റസൂലേ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടൂലേ ഹബീബേ, നമ്മൾ പിടിക്കപ്പെടൂലേ റസൂലേ. അള്ളാഹിന്റെ റസൂൽ ആ ഘട്ടത്തിൽ പറഞ്ഞ എന്താ അറിയോ? ഇത് യഖൂലു ലി സാഹിബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഫ്രണ്ടിനോട്, തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ, പേടിക്കണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, മൂസ അലൈഹിസ്സലാം ചെങ്കടലിന്റെ മുന്നിൽ എത്തിപ്പെട്ടപ്പോൾ ആളുകൾ നിലവിളിച്ചതും മൂസാ നബി അവരെ സമാധാനിപ്പിച്ചതും, അതുപോലെ ചെറിയ കാര്യമൊന്നുമല്ല. ലാ തഹ്സൻ, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, ടെൻഷൻ ആകല്ലേ, ബേജാറാകല്ലേ. ഇന്നല്ലാഹ മഅനാ, അള്ളയുണ്ട് നമ്മോടൊപ്പം. അള്ളയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് പേടിക്കണം? കൊടുത്ത മെസ്സേജ് അതാണ്. അള്ള ഉണ്ട്. ഇന്നല്ലാഹ മഅനാ, നമുക്കുള്ള മെസ്സേജ് അത് ഒരു മെസ്സേജ് അതാണ്. പ്ലാനിങ് എന്നതിനപ്പുറം അള്ളാഹുവിലുള്ള തവക്കുല്. എന്താണ് തവക്കുല്? ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, ഇന്നല്ല. തവക്കുല് നമ്മൾ പഠിക്കേണ്ട, ഓരോ വിശ്വാസിയും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് തവക്കുൽ. തവക്കുലില്ലാതെ പോയതാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കുൽ പറയ നബിയേ, ലൻ യുസീബനാ, ഞങ്ങൾക്കൊരു മുസീബത്തും വരാനില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ. ഹുവ മൗലാനാ, ആ അല്ലാഹുവാണ് ഞങ്ങളുടെ മൗല, ആ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷകൻ, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ ആ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു കൊള്ളട്ടെ. തവക്കുൽ എന്ന് പറയുന്നത് വേറൊരു സംഭവം തന്നെയാണ്. അപ്പൊ തവക്കുല് മറ്റൊരു പാഠമാണ്. തവക്കുല് ഇതിന് വേറെ പാഠമുണ്ട്. അവരുടെ സാഹോദര്യം അല്ലേ, സഹാബത്തിന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയവരെ മുഹാജിർ എന്ന് പറയും. മുഹാജിർ, ആ മദീനയിൽ റസൂലിനെയും സഹാബത്തിനെയും പാട്ടൊക്കെ പാടി സ്വീകരിച്ചില്ലേ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാക് അയ്യുഹൽ മബ്ഉസു ഫീനാ. വളരെ മനോഹരമായി പാടി. ആര് പാടി? മദീനയിലെ ആ ബാലവൃദ്ധം വരുന്ന പെൺകുട്ടികളും സ്ത്രീകളും കുട്ടികളും അടക്കം അറബൻ ദഫ് മുട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും സ്വീകരിച്ചതാണ്. ത്വലഅൽ ബദ്റു അലൈനാ, ഞങ്ങളിൽ ഇതാ പരിപൂർണമായി ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു.
ചിലർക്കത് കേൾക്കുമ്പോൾ അരോചകം, ചന്ദ്രൻ ഉദിക്കുക, കാമർ എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ഒരു കവിതയാണ് കൂട്ടരെ. അതെൻ്റെ കവിതയുടെ ഭാഷയിലും ശൈലിയിലും എടുക്കണം. ഇതൊരു വർണ്ണനയാണ്. ത്വലഅൽ ബദ്റു അലൈന വജബ ശുക്റു അലൈന. അതുകൊണ്ട് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യൽ, നന്ദി ചെയ്യൽ ഞങ്ങളുടെ ബാധ്യതയാണ്. അഷ്റഫുൽ ഖൽഖിനെയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് കിട്ടിയിട്ടുള്ളത്. സ്വഹാബത്ത് പാടിയ പാട്ടാണ് ത്വലഅൽ ബദ്റു അലൈന വജബ ശുക്റു അലൈന. അങ്ങനെ പാട്ടൊക്കെ പാടി സ്വീകരിച്ചെന്ന് മാത്രമല്ല, പിന്നെ അവർ ഒന്നിച്ചില്ലേ, അവരെ വീട്, അവരെ സ്വത്ത് ഒക്കെ പകുതി അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? വീടില്ലാത്ത, കുടുംബമില്ലാത്ത, സ്വത്തില്ലാത്തവർക്ക്, മുഹാജിറുകളായ സ്വഹാബികൾക്ക് അൻസാറുകൾ നൽകി. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. ഖുർആനാണ് ഈ പറഞ്ഞത്, സഹോദരങ്ങളാണ്. അത് വെറുതെ പറയല്ല, നമ്മളൊക്കെ സഹോദരന്മാരാണ്. നിസ്കരിക്കുക, അടുത്തടുത്ത് നിൽക്കുക, ഓരോരുത്തരും അവരവരുടെ കാര്യം കഴിഞ്ഞ് പോകലല്ല, നമ്മളൊരു ടീമായിട്ട് നിൽക്കണം. ടീം വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ ഇത്തരം പാഠങ്ങൾ, ഹിജറയിൽ നമുക്കുള്ള പാഠങ്ങൾ, തവക്കുൽ, ഇതൊന്നുമല്ല, ധാരാളം പാഠങ്ങളുണ്ട്. ഞാനിവിടെ 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന് പ്ലാനിങ് ആണ്. ഏതൊരു കാര്യം പ്രസംഗിച്ചാൽ പോരാ, അങ്ങനെയാണല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം പറയാൻ തന്നെ വിഷമമാണ്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തു. ഒരു മദ്രസ അധ്യാപകൻ പുഴയിൽ ചാടി മരിച്ചു എന്ന്. ഇന്നാലില്ല. എവിടേക്കാണ് ഈ പോക്ക്? ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുരുതരമായ തെറ്റാണ് ആത്മഹത്യ എന്നത്, അത് വേറെ വിഷയം. ഇത് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ പോലും ആ തരത്തിലേക്ക് എത്തുന്നെങ്കിൽ നമ്മൾ പറയുന്ന ദീന് പലതും പറച്ചിലാണ്. സക്കാത്തിനെ കുറിച്ച് പറയുക, പലിശക്കെതിരെ പ്രസംഗിക്കാൻ നല്ല സുഖമാണല്ലോ. പക്ഷെ പലിശക്കെതിരെ, പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രായോഗികമായി എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ, ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നില്ലേ? അതിലൊക്കെ നമ്മുടെ മഹല്ല് അൽഹംദുലില്ലാ ഒരുപാട് മുന്നിലാണ്. ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിന് മഹല്ല് ശാക്തീകരണം എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഖുതുബകളിൽ. കാരണം സൂചിപ്പിച്ച പോലെ പ്രത്യേക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാവരും കോൺട്രിബ്യൂഷൻ നൽകണം. എല്ലാവരും, ഒരാളും മാറി നിൽക്കാൻ പാടില്ല. ഇത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വഹാബികളോട് വഅള് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതൊക്കെ ചെയ്ത് കാണിച്ചില്ലേ? കൃത്യമായ ഒരു രാഷ്ട്ര സംവിധാനം, ഖിലാഫത്ത്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഖിലാഫത്ത് ഇല്ല. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഖിലാഫത്തിൻ്റെ ബദൽ എന്ന് പറയാവുന്ന താൽക്കാലിക സംവിധാനമാണ് നമ്മുടെ മഹല്ലുകൾ. താൽക്കാലിക സംവിധാനം നമ്മുടെ മഹല്ലുകൾ. ഒരു ഖിലാഫത്തിൻ്റെ കീഴിൽ എന്തെല്ലാം ചെയ്യാം, എല്ലാ കാര്യങ്ങളിലും ആസൂത്രണമുണ്ടെങ്കിൽ, പരസ്പര സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഇപ്പോൾ ഹിജറ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യേണ്ട ഒരു ഹിജറയുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എവിടെ നാട് വിട്ട് പോകേണ്ടതില്ല, യമനിലേക്കും മറ്റൊന്നും പോകേണ്ടതില്ല. അതൊന്നുമല്ല ഹിജറ. ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഹിജറ കാലത്തിൻ്റെ തേട്ടമനുസരിച്ചുള്ള ഹിജറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരാൾക്ക് മുഹാജിറാകണമെങ്കിൽ, ഹിജറ ചെയ്തവനാകണമെങ്കിൽ അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, എങ്കിൽ നമുക്ക് മുഹാജിറാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ പലിശ വിലക്കി എന്നിങ്ങനെ വഴന്ന് പറഞ്ഞാൽ പോരാ. അതിന് പ്രായോഗികമായി, പ്രാക്ടിക്കലായി ഇത് ഇന്നെ പോലെ ചെയ്താൽ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാം എന്ന് നമ്മൾ ചെയ്തു കാണിക്കണം. അതിന് സാഹചര്യം ഉണ്ടായിട്ട് പോലും പിന്നെ പലിശയിലേക്ക് പോയാൽ. എൻ്റെ അടുത്തൊരു നാട്ടിൽ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന അയൽക്കൂട്ടം, ആ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് പലിശ കൊടുക്കുക. എന്നാലോചിച്ച് നോക്ക്. മഅദല്ലാഹ്, ആരും അറിയാതെ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവർ പലിശക്ക് പണം ഉണ്ടാക്കുക.
മരിക്കണ്ടേ മുഅ്മിനീങ്ങളെ? മരിക്കണ്ടേ? ദുനിയാവിൽ നിന്ന് പോകണ്ടേ? റൂഹ് എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടേ? അനുഭവിക്കും, ചെറുതൊന്നുമല്ല. ദുനിയാവിൽ തന്നെ അനുഭവിക്കും കുറെ കാര്യങ്ങൾ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറയാൻ നല്ല സുഖം. കുട്ടികളെ നമുക്ക് കുറ്റം പറയാം, അവർക്ക് ദീനില്ല ഇസ്ലാമില്ല എന്നൊക്കെ പറയാം. പക്ഷെ അവർക്ക് ഇസ്ലാമും ദീനും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഓരോ മഹല്ല് കമ്മിറ്റികളും എത്ര അളവിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് പോരെ കുറ്റപ്പെടുത്തല്? എന്നിട്ട് മതിയല്ലോ വിമർശിക്കല്? നമ്മുടെ മക്കളല്ലേ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന്റെ മഖാമിനെ ഒരാൾ ഭയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഒരാൾ ഹൃദയം കൊണ്ട് ഒരാൾ പേടിച്ചാൽ, ആ പേടിയുടെ അടിസ്ഥാനത്തിൽ വനഹ അൻ-നഫ്സ അനിൽ ഹവാ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിന്റെ താല്പര്യങ്ങളിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, തീർച്ചയായും അവൻ എത്തിപ്പെടുന്ന സങ്കേതം സ്വർഗമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിആത്ത്. അതുകൊണ്ട് നമുക്ക് ഹിജ്റയുടെ പാഠം അതാകട്ടെ. അവർ വീടും നാടും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് നമ്മുടെ പൂർവികരായ ജ്യേഷ്ഠന്മാരായ മഹാന്മാരായ സഹാബത്ത് തയ്യാറായെങ്കിൽ ഇക്കാലഘട്ടത്തിൽ മിനിമം അറ്റ്ലീസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളെങ്കിലും മാറ്റി നിർത്തി ഞാനും ഒരു മുഹാജിറാണെന്ന് റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ വിജയികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമുക്കെല്ലാ ഇടയിൽ ഐക്യവും ഇണക്കവും പരസ്പര പൊരുത്തവും കെട്ടുറപ്പും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.